ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുറത്ത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല ഒരു കുപ്പൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൈദ എടുത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈദ ഇത് നമ്മളൊരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചതാണ്. ഇതിനകത്ത് നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റും 1/2 സ്പൂൺ പഞ്ചസാര പൊടിയും ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് വെക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഈസ്റ്റ് പൊങ്ങി വരും. അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മൈദയ്ക്കകത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കണം. കുക്കിംഗ് ഓയിൽ ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഡ്രൈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതുണ്ടോ, ചപ്പാത്തിയുടെ മാവിൻ്റെ അളവിൽ വേണം ഇരിക്കാൻ. അതിൽ ലൂസായും പോവില്ല, ഒരുപാട് കട്ടിയായും പോവില്ല. അപ്പം നമുക്കിനി ഇത് ഓരോ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ട് ഇത്തിരി മൈദ ഒന്ന് തൂളി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈയും കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് വലിച്ചു നീട്ടി നല്ലപോലെ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചൊന്ന് സോഫ്റ്റാക്കി വെക്കണം. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വെക്കണം. അപ്പം നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് ഒരു 2 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വെക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നല്ലതുപോലെ കവർ ചെയ്ത് വെക്കണം നമ്മുടെ ബൗള്. അപ്പോൾ ഇതൊരു നല്ലതുപോലെ പൊങ്ങി വരും. 2 മണിക്കൂർ ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് പൊങ്ങാൻ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ കുബൂസിൻ്റെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു 2 മണിക്കൂർ ആയപ്പോഴാണ് ഇത് എടുത്തിരിക്കുന്നത്. കണ്ടോ, പൊങ്ങി നല്ലതുപോലെ പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ, ഇരട്ടിയായിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിനേക്കായി. ഇപ്പം നമുക്കിതിനകത്ത് തന്നെ ഈ ബൗളിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലോട്ട് തന്നെ ഇത്തിരി പൊടിയിട്ടിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പരത്തുന്ന അതുപോലെ തന്നെ പരത്തി എടുക്കണം. പക്ഷേ ഇത് നമ്മൾ കട്ടി കുറയ്ക്കുന്നില്ല. 2 ചപ്പാത്തിയുടെ വലിപ്പം മാത്രം തിക്നെസ് വേണം. അപ്പോഴായിരിക്കും നമ്മുടെ കുബൂസ് ഉണ്ടായി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ പരത്തിയെടുക്കാം. മാവെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ 1/2 കിലോയുടെ മാവ് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 13 കുബൂസിനുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് എടുക്കല്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ചപ്പാത്തിയുടെ ഉള്ള മാവ് എടുക്കണം. അപ്പോൾ ഇത്തിരി കനത്തിൽ വേണം നമ്മളിത് എടുക്കാൻ. നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലോട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കുബൂസ് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് നമ്മൾ തവയിലൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത് കണ്ടോ, ഇതിൻ്റെ തിക്നെസ് ഒക്കെ ഉണ്ടോ, ഈ കണ്ണത്തിൽ വേണം. നമ്മൾ തവയൊന്ന് നല്ലതുപോലെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ചെറിയതായിട്ട് ഇവിടെ നമുക്ക് മേളിൽ നിന്ന് കാണാം ബബിൾസ് വരുന്നത് പോലെ. തവ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതിയാകും. നമുക്ക് ഇങ്ങനെ മേളിൽ നിന്ന് തന്നെ നോക്കിയാൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പം ചെറിയ ബബിൾസ് പോലെ വരും. നമുക്ക് തിരിച്ചിടണം. ആ സൈഡ് ഒന്ന് നല്ലതുപോലെ ഒരു ചെറിയതായിട്ട് ബ്രൗൺ കളർ പോലെ തുടങ്ങുമ്പോൾ നമ്മൾ മറിച്ചിട്ടാൽ മതിയാകും. നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതുകൊണ്ട് കുബൂസ് നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് തവിയും കൊണ്ട് കച്ചാട്ടുക കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് ഇതുണ്ട്, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ള കുബൂസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ കുബൂസൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്.
അപ്പം നമുക്ക് കുറച്ച് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ കൂട്ടി അതിൻ്റെ ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോ കണ്ടിട്ട് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.